സഹോദരങ്ങളെ, 12 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ കുടുംബത്തിൽ താഴ്സിയത്തിന് വേണ്ടി 2 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് തിരക്കിട്ട പണിയാണ്. എന്താ പണി? സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടുകാർ പറയുന്നു 12 വയസ്സുള്ള മോൾക്ക് ക്യാൻസർ ബാധിക്കാനുള്ള കാരണം ഈ കക്കൂസ് ടാങ്കാണ്. എന്നിട്ടത് മാറ്റി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് 2 ദിവസത്തിനുള്ളിൽ പണി തീർത്തു. അവർ വിശ്വസിക്കുന്നു ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ശരിക്കൊന്ന് ആലോചിക്കണം. ഏത് നിലക്കൊക്കെയുള്ള ഷർറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിന് പരിഹാരം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ചിലപ്പോൾ പൈശാചികമായ പല ഷർറുകൾ നമുക്ക് വരാം. അതിനെന്താ പണി? ഏതെങ്കിലും പിശാചു സേവയാണോ? ഏതെങ്കിലും പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന പൂജകളാണോ? അല്ല. ഇസ്തിആദത്ത് പഠിപ്പിച്ചു, കാവലി ചോദിച്ചുള്ള പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം പഠിപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച ചികിത്സാ രീതികളുണ്ട്, ദിക്റുകളുണ്ട്, ഔറാദുകളുണ്ട്. ആ നിലക്ക് അതിനും അതിന് പ്രത്യേകമായ പ്രതിവിധികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാചു സേവകരാണെങ്കിലും മാട്ടുമാരണങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും പിശാചിനെ പ്രീതിപ്പെടുത്താൻ എല്ലാ നിലക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളോട് പറയാൻ പറഞ്ഞു, അഊദു ബികലിമാതില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഈ പ്രാർത്ഥന കൊണ്ട് എല്ലാ നിലക്കുമുള്ള ഷർറിൽ നിന്നുള്ള കാവല് ചോദിച്ചുള്ള വാക്കുകളാണ്. ഏത് സാഹിറിന്റെ അടുത്ത് നമ്മൾ ചെന്നാലും, ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നാലും, അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നവിടത്ത് ചെന്നാൽ അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയില്ല. പിന്നെ അവർക്ക് വരുമാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രശ്നം ചെന്നവരോട് പറഞ്ഞാൽ അവർ പറയും ഇത് ഗൗരവമാണ് കേട്ടോ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ മാത്രമുള്ള പ്രശ്നം ഉണ്ടാകട്ടോ. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പടുത്ത് ആരെങ്കിലും മരിച്ചോ? ഒരാൾ മരിച്ചു, അതൊക്കെ ഇതുകൊണ്ടാണ് കേട്ടോ. എന്താ നമ്മൾ ചെയ്യാം? നമ്മൾ 20,000 രൂപ അങ്ങ് കെട്ടിവെക്കുക. കെട്ടിവെച്ചാൽ ഞങ്ങൾ കുറച്ച് തകിട് തരും, ചരട് തരും, ഏലസ് തരും, നൂല് തരും. അതൊക്കെ ഞങ്ങൾ പറയണ പോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറൂല. നമ്മളെ ചൂഷണം ചെയ്ത് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് സമാധാനം കളയുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കി മാറ്റാനാണ് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ വിശ്വാസം? അല്ലാഹുവിലുള്ള തവക്കുൽ. നമ്മൾ ഏലസിലും ചരടിലും അല്ല നമ്മൾ തവക്കുലാക്കുന്നത്. പടച്ചവനെ, നിന്റെ നാമം കൊണ്ടിതാ ഞാൻ ഇറങ്ങുന്നു, നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്തോടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.